ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. നമ്മുടെ ഐടിഐയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടൈം ടേബിളിൽ എക്സാം ടൈം ടേബിളിൽ ചെറിയ മാറ്റമുണ്ട്. ഇത് ഒഫീഷ്യലായിട്ടുള്ള സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഡാറ്റാസാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ എന്താണ് മാറ്റമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പം ആദ്യമായിട്ട് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ഇപ്പോൾ പലർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് മുതലാണ് ഓഗസ്റ്റ് 6 മുതൽ ഓഗസ്റ്റ് 17 വരെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ 12 ഓഗസ്റ്റ് മുതൽ 17 ഓഗസ്റ്റ് വരെയുള്ള തീയതികളിൽ നടക്കുന്നതായിരിക്കും. ഓക്കെ. തിയറി എക്സാമിൻ്റെ കാര്യങ്ങളാണ് അടുത്തത്. CBT എക്സാം, ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അത് 19 ഓഗസ്റ്റ് മുതൽ 9 സെപ്റ്റംബർ വരെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. CBT എക്സാം 22 ഓഗസ്റ്റ് മുതൽ 9 സെപ്റ്റംബർ വരെ എന്ത് ചെയ്യും, നടക്കുന്നുണ്ടാകും. റിസൾട്ട് പബ്ലിക്കേഷൻ 15 സെപ്റ്റംബർ 2024 ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഗൂഗിൾ ക്രോം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ദെൻ ഇവിടെ ncvt.misgov.in എന്ന് സെർച്ച് കൊടുക്കുക. ഓക്കെ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒന്ന് ലോഡായി വരട്ടെ. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണ് കേട്ടോ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളെല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നത്. ഇവിടെ നമുക്ക് അറിയാനുള്ളത്, ജസ്റ്റ് സൂം ചെയ്യുക. ട്രെയിനി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇവിടെയായിട്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ. ദെൻ അടുത്തത് 1, 2, 3, 4 ട്രെയിനി പ്രൊഫൈൽ, ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ, ഫാദർ ഗാർഡിയൻ നെയിം എങ്ങനെയാണോ നിങ്ങളുടെ SSLC പ്രകാരം ഉള്ളത് ആ രീതിയിൽ തന്നെ കൊടുക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഈ ഒരു ഇമേജ് എന്താണോ അതിവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. റിമെമ്പർ മീ, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ. സോ ദെൻ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് അവിടെ ഉണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ദെൻ സെയിം രീതിയിൽ തന്നെയാണ് CBT എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ആവശ്യമായിട്ടുള്ള ഹാൾ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ദെൻ നമുക്ക് എക്സാമിൻ്റെ റിസൾട്ടും ഈ രീതിയിൽ തന്നെയായിരിക്കും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടി വരുന്നത്. സർട്ടിഫിക്കറ്റ് ഈ രീതിയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ IT സംബന്ധമായ വീഡിയോകൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. താങ്ക്